ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഷാൻ സ്റ്റോക്സ്. കാണാമോ? സ്വിഗ്ഗി എന്തിനാണ് ഇപ്പോൾ ഈ സ്വിഗ്ഗിയുടെ യൂണിഫോം ഇട്ടുകൊണ്ടെന്ന് വീഡിയോ എടുക്കുന്നതെന്ന് ഒരു സംശയം കാണും. സംശയിക്കേണ്ട, സ്വിഗ്ഗിയെ പറ്റി പറയാനാണ് വന്നേക്കുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ അസിന സാധനം ലെറ്റ്സ് ഗെറ്റ് എന്റർടൈൻഡ്. സോ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് ഡെലിവറി ഒരുപാട് ടീനേജ് ബോയ്സ് അല്ലെങ്കിൽ ചെറുപ്പക്കാരായ പയ്യന്മാർക്ക് പാർട്ട് ടൈം ആയിട്ടൊക്കെ ഓടാൻ പറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥിര വരുമാനം ആവുന്നവരെയൊക്കെ സ്വന്തം കാര്യങ്ങൾക്കും സ്വന്തം ചെലവിനൊക്കെ പൈസ നോക്കാൻ വേണ്ടി ഇറങ്ങി ഓടുന്ന ഒരു ഫുഡ് ഡെലിവറി ആപ്പ് അല്ലെങ്കിൽ ഫുഡ് ഡെലിവറി പ്രോഗ്രാം. എങ്ങനെയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പൈസ ഒരു എമൗണ്ട് ആണ്. ഞാനൊക്കെ കയറിയ ടൈമിൽ 1200 രൂപയായിരുന്നു. ഒരു ബാഗ് പ്ലസ് 2 ടീഷർട്ട് 1200 രൂപ നമ്മൾ അടച്ച് നമ്മുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ്, ലൈസൻസ് ഡീറ്റെയിൽസ്, കാര്യങ്ങൾ ഇതെല്ലാം കൊടുത്ത് നമ്മൾ സ്വിഗ്ഗിയിൽ ജോയിൻ ആവും. നമ്മൾ ഡെലിവറി പാർട്ണറായിട്ട് ജോയിൻ ആവും. നമ്മുടെ സോൺ സെലക്ട് ചെയ്യും. നമ്മുടെ സോണിൽ വന്ന് ഓണാക്കും, ആപ്പ് ഓണാക്കും അല്ലെങ്കിൽ ID ഓണാക്കും. അപ്പോൾ നമുക്ക് അടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് ഡെലിവറി അടിക്കുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്നു, ആ ഫുഡ് കളക്ട് ചെയ്യുന്നു, കോഡ് ഉണ്ടെങ്കിൽ കോഡ് അടിച്ച് വെരിഫിക്കേഷൻ നടത്തുന്നു, നമ്മുടെ മാപ്പിൽ ലൊക്കേഷൻ ഇടുന്നു, ചെല്ലുന്നു, കൊണ്ട് കൊടുക്കുന്നു, കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നു. അവർ ചിലപ്പോൾ ടിപ്പ് തരും, ചിലപ്പോൾ ടിപ്പ് തരത്തില്ല. നമ്മൾ സന്തോഷത്തോടെ കൊണ്ട് കൊടുക്കുന്നു, തിരിച്ചു വരുന്നു. ഇതാണ് വെളിയിൽ നിന്ന് നോക്കുന്ന ആൾക്കാരുടെ കണ്ണിൽ സ്വിഗ്ഗി ഡെലിവറി ബോയ്സ്, അല്ലെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്യുന്ന കസ്റ്റമേഴ്സിന്റെ കണ്ണിലുള്ള സ്വിഗ്ഗി ഡെലിവറി ബോയ്സ്. ഓക്കെ, പക്ഷെ ഇങ്ങനെയല്ല സംഭവങ്ങൾ. സ്വിഗ്ഗി ആപ്പിൽ അല്ലെങ്കിൽ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പല ടൈപ്പ് ഷിഫ്റ്റ് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഒന്ന് ഫുൾ ടൈം ആയിട്ട് ഓടുന്നവർ, പാർട്ട് ടൈം ആയിട്ട് ഓടുന്നവർ, പാർട്ട് ടൈം ലഞ്ച് പീക്ക്, പാർട്ട് ടൈം ഡിന്നർ പീക്ക്, പാർട്ട് ടൈം വീക്കെൻഡ് പീക്സ്, ഇങ്ങനെ ഓരോ ടൈപ്പ് ഷിഫ്റ്റുകളാണ് വരുന്നത്. ആൻഡ് ഓരോ ഷിഫ്റ്റിനും അല്ലെങ്കിൽ ഓരോ സോണിന് ഓരോ സോണുകളുണ്ടല്ലോ, ഓരോരോ സിറ്റീസ് ഓരോ സോണുകളാണ്. ഓരോ സോണിനും ഓരോ ടൈപ്പ് ഇൻസെന്റീവ് ക്രൈറ്റീരിയാസും കാര്യങ്ങളാണ് വരുന്നത്. ചിലർക്ക് ഇത്ര മണിക്കൂർ നിൽക്കുമ്പോൾ ഇത്ര രൂപ ഇൻസെന്റീവ്, ചിലർക്ക് ഇത്ര ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര രൂപ ഇൻസെന്റീവ്, ചിലർക്ക് ഇത്ര ഓർഡർ ഏണിങ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇത്ര രൂപ ഇൻസെന്റീവ്. ഇങ്ങനെ 3 ടൈപ്പ് ഇൻസെന്റീവ് ക്രൈറ്റീരിയാസ് ആണ് സ്വിഗ്ഗിയിൽ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം റീസെന്റ് ആയിട്ട് ഒരുപാട് ന്യൂസും കാര്യങ്ങളും വരുന്നുണ്ട്. ഈ ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോംസിലെ ഡെലിവറി ബോയ്സ് ഒക്കെ ഒരുപാട് ട്രാഫിക് റൂൾസ് ലംഘിക്കുന്നതായിട്ട് ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതില് ഈ ഇത്ര മണിക്കൂർ ഓടുമ്പോൾ ഇത്ര രൂപ, അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ നിൽക്കുമ്പോൾ ഇത്ര രൂപ ഇൻസെന്റീവ് എന്ന് പറഞ്ഞ് സ്കീമിലുള്ള ആൾക്കാർ അത് വലുതായിട്ട് ട്രാഫിക് റൂൾസ് ഒന്നും ബ്രേക്ക് ചെയ്യില്ല. കാരണം അവർക്ക് ടൈം അനുസരിച്ച്, അവർ ലോഗിൻ ആയിരിക്കുന്ന ടൈം അനുസരിച്ചാണ് ഇൻസെന്റീവ് വരുന്നത്. ബാക്കി 2 ക്രൈറ്റീരിയ ഇൻസെന്റീവ്സ് വരുന്ന ആൾക്കാരുണ്ടല്ലോ, അതായത് ഇത്ര ഏണിങ്സിന് ഓടിക്കഴിഞ്ഞാൽ ഇത്ര രൂപ ഇൻസെന്റീവ്, ഇത്ര ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര രൂപ ഇൻസെന്റീവ് എന്ന് പറയുന്ന ആൾക്കാരാണ് ഈ കൂടുതലും ഈ ട്രാഫിക് റൂൾസ് ബ്രേക്ക് ചെയ്യുന്നത്, അതായത് ചെയ്യേണ്ടി വരുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 10 ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100 ഇൻസെന്റീവ് കിട്ടും എന്നുള്ള ഒരു ക്രൈറ്റീരിയയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ 300 രൂപയ്ക്ക് ഓർഡർ ഏണിങ്സ് കിട്ടിക്കഴിഞ്ഞാൽ 75 രൂപ ഇൻസെന്റീവ് കിട്ടും എന്നുള്ള ഒരു ക്രൈറ്റീരിയയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് 300 രൂപ ഇൻസെന്റീവ് കിട്ടിക്കഴിഞ്ഞാൽ 75 ഇൻസെന്റീവ് കിട്ടും, അല്ലെങ്കിൽ 10 ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100 ഇൻസെന്റീവ് കിട്ടും. അപ്പൊ ഈ ഓർഡർ കംപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓർഡർ ഏണിങ്സിന്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവർക്ക് ആ ഒരു സ്പീഡിൽ പോവേണ്ടി വരും. പയ്യെ പൊക്കൂടെ എന്നുള്ള ചോദ്യം വരും. റീസൺ പറഞ്ഞുതരാം. ആദ്യ കാലത്തൊന്നും ഇല്ലായിരുന്നു. ഇടയ്ക്കൊരു കുറച്ച് നാളായിട്ട് സ്വിഗ്ഗി ഒരു പട്ടി പരിപാടി കാണിച്ചു തുടങ്ങി. ബോൾട്ട് ഓർഡർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് 3 കിലോമീറ്റർ ആണോ 5 കിലോമീറ്റർ ആണോ എന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല. ഞാൻ അത് നോക്കിയല്ല ഓടുന്നത്. ഞാൻ എന്റെ ഇഷ്ടത്തിന് എന്റെ സൗകര്യത്തിനാണ് ഞാൻ ഓടുന്നത്. ഇപ്പം സ്വിഗ്ഗിയിൽ നിന്ന് ലേറ്റ് അലാറം അടിച്ചു കഴിഞ്ഞാലും ഇല്ലെങ്കിലും, കസ്റ്റമർ വിളിച്ച് കഴിഞ്ഞാലും ഇല്ലെങ്കിൽ, ഞാൻ എന്റെ സൗകര്യത്തിന് ഞാൻ കൊണ്ടുപോയി കൊടുക്കത്തുള്ളൂ. എനിക്ക് തോന്നുന്ന സ്പീഡിലേ ഞാൻ വണ്ടി ഓടിക്കത്തുള്ളൂ. അപ്പോൾ ഈ ബോൾട്ട് ഓർഡർ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതായത് 5 മിനിറ്റിനകത്ത് ഫുഡ് ഡെലിവറി ചെയ്യുന്ന ഒരു പരിപാടി. 5 മിനിറ്റിനകത്ത് ഫുഡ് ഡെലിവറി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു 2-3 കിലോമീറ്റർ 5 മിനിറ്റിനകത്ത് കൊണ്ട് കൊടുക്കണം, വലിയ പാടില്ല എന്ന് വിചാരിക്കും. പക്ഷേ ഈ 5 മിനിറ്റ് എന്ന് പറയുന്നത് ഈ ഫുഡ് ഹോട്ടലിൽ നിന്ന് റെഡി ആവുന്ന ടൈം കൂടെയാണ്. അല്ലാതെ നമ്മുടെ കയ്യിൽ കിട്ടി അത് കസ്റ്റമറിന് എത്തിക്കുന്ന ടൈമല്ല. ഫുഡ് റെഡി ആവുന്ന ടൈം കൂടെ ചേർത്താണ് ഈ 5 മിനിറ്റ്. അപ്പൊ ഈ 5 മിനിറ്റ് അകത്ത് എന്തായാലും എത്തത്തില്ല. 5 മിനിറ്റിനകത്ത് എന്തായാലും എത്തത്തില്ല. ഇതാവില്ലല്ലോ, പിന്നെ നിങ്ങൾ എത്ര സ്പീഡ് എടുത്ത് ഓടുന്നെന്ന് ഒരു ചോദ്യം വരും. ഞാൻ പറഞ്ഞുതരാം. ഈ ബോൾട്ട് ഓർഡേഴ്സ് വരുന്ന സമയത്ത് എന്തായാലും അത് ഡിലേ ആവും. ഓർഡർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഡിലേ ആവും. ഈ ഒരു ടൈമിൽ ഒരു ഓർഡർ ഒരു ഡെലിവറി പാർട്ണറിന് ഡിലേ ആയി കഴിഞ്ഞാൽ നമുക്കൊരു പോയിന്റ്സ് ഉണ്ട്. ഈ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ 85 പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഗോൾഡ് പാർട്ണറാണ്, 85 താഴെ പോയിന്റ് ആണെങ്കിൽ നമ്മൾ സിൽവർ, അതിൽ നിന്ന് ഒരു കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ ബ്രോൺസ് പാർട്ണറിലോട്ട് വരും. ഈ ഓരോ പാർട്ണർ ക്ലബ്ബ് ഉണ്ട്. ഈ പാർട്ണർ ക്ലബ്ബിലുള്ള ആൾക്കാരുടെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോൾഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് 2 ദിവസം മുമ്പേ ഷിഫ്റ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. സിൽവറിൽ നിൽക്കുന്ന ആൾക്ക് 1 ദിവസം മുമ്പുള്ള ഷിഫ്റ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജ് അവർ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പാർട്ണർ ക്ലബ്ബിൽ കയറി നമുക്ക് കറക്റ്റ് ടൈമിൽ ഓർഡർ ഡെലിവറി ചെയ്താൽ നമുക്ക് സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കൂടും. ഈ കൂടുതൽ സ്റ്റാർ റേറ്റിംഗ് കിട്ടുന്ന ആൾക്കാർക്ക് മാത്രമേ കൂടുതൽ ഓർഡേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ, കൂടുതൽ ഓർഡേഴ്സ് കിട്ടത്തുള്ളൂ. അങ്ങനെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ കൂടുതൽ ഇൻസെന്റീവ്സും കിട്ടത്തുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയാണ് വിളിക്കുന്നത് മരണപ്പാച്ചിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കമ്പനി കാരണം ഉണ്ടാകുന്ന കമ്പനി ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. അല്ലാതെ ആരും വേണമെന്ന് വെച്ച് 60-70 ഒക്കെ കൊണ്ടുപോയി ഫുഡ് ഡെലിവറി ചെയ്യാൻ നിൽക്കുന്നതല്ല. ഇത് സ്വിഗ്ഗിക്കാരുടെ ഒരു
ചെറ്റ പരിപാടിയാണ്. ആൻഡ് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഡറിന് മിനിമം കൊടുക്കുന്നത് 25 രൂപയാണ്. 25 രൂപ, അതായത് 5 കിലോമീറ്ററിനകത്ത് വരെയുള്ള ഓർഡറിന് മിനിമം കൊടുക്കുന്നത് 25 രൂപയാണ്. അതായത് 5 കിലോമീറ്റർ പോകുന്നു, 5 കിലോമീറ്റർ ആയി കംപ്ലീറ്റ് ചെയ്യുന്നു. തിരിച്ച് നമ്മൾ വരുന്ന ഏണിങ്സും കാര്യങ്ങളൊന്നും സ്വിഗ്ഗി തരത്തില്ല. 5 കിലോമീറ്റർ നമ്മളോട് 25 രൂപ വരും. തിരിച്ച് നിങ്ങൾ വേണമെങ്കിൽ വന്നാൽ മതി. ഇതാണ് സ്വിഗ്ഗിയുടെ ഒരു മൈൻഡ് സെറ്റും കാര്യങ്ങളും. ഇപ്പൊ സ്വിഗ്ഗിയിൽ നമ്മൾ ഓടുന്ന ടൈമിൽ ഇന്ന് നമുക്ക് കിട്ടുന്ന ഏണിങ്സ് എല്ലാം നാളെ നൈറ്റ്, അതായത് ഒരു 12 മണിക്ക് ശേഷം ആയിരിക്കും. നാളെ നൈറ്റ് 12 മണിക്ക് ശേഷം ആയിരിക്കും നമുക്ക് അക്കൗണ്ടിൽ വരുന്നത്. അപ്പൊ ഈ ഒരു ടൈം വരെ എടുക്കാൻ ഭയങ്കര പാടായിരിക്കും. ഫണ്ടൊന്നും കാണത്തില്ല. അപ്പൊ പലരും പെട്രോൾ അടിക്കാനുള്ള പൈസ ഒക്കെ മാത്രം മാറ്റി വെച്ചിട്ടായിരിക്കും സ്വിഗ്ഗിയോടെ ആവുന്നത്. അപ്പൊ ഈ ഒരു ടൈമിൽ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി കിട്ടും. ഈ ക്യാഷ് ഓൺ ഡെലിവറി ഇന്ന് നമ്മൾ ഓടുന്ന ഏണിങ്സ് നാളെ കട്ട് ചെയ്യും. നമ്മുടെ കയ്യിരിക്കുന്ന എമൗണ്ട് കട്ട് ചെയ്യും. കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിരിക്കുന്ന എമൗണ്ട് ഏണിങ്സിനെ കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസത്തെ സാലറി കൂടെ കട്ട് ചെയ്യും. കുറവാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ബാലൻസ് ബാക്കി തരും. ഇതിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സോണിനും, കേരളത്തിലുള്ള എല്ലാ സോണിനും ഒരേ ക്യാഷ് ഓൺ ഡെലിവറി ലിമിറ്റ് ആയിരിക്കത്തില്ല. പാർട്ണറിന് വലിയ സോണുകളിൽ 2000 രൂപ ആയിരിക്കും, കൊച്ചു കൊച്ചു സോണുകളിൽ 5000 രൂപയായിരിക്കും. അപ്പൊ ഈ 2000 രൂപ ഒക്കെ ലിമിറ്റ് ഉള്ള സോണിൽ ഒരു ദിവസം കൊണ്ട് തന്നെ ഈ 2000 രൂപ ക്യാഷ് ഓൺ ഡെലിവറി ഒക്കെ ലിമിറ്റ് വീഴും. ലിമിറ്റ് വീഴുന്ന സമയത്ത് ഒരിക്കൽ CDM-ലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം ആപ്പിൽ അടച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ ID ഓഫ് ആയി പോകും. അപ്പോൾ ഒരു ദിവസം തന്നെ 2-3 തവണയൊക്കെ CDM യൂസ് ചെയ്യേണ്ടി വരുന്ന ആൾക്കാർക്ക് ഈ CDM-ന്റെ പൈസ ഇങ്ങനെ ബാങ്കുകാർ പിടിച്ചുകൊണ്ടിരിക്കും. ഇവർ കിട്ടുന്ന ഏണിങ്സിന്റെ ഒരു 10% അല്ലെങ്കിൽ 15% തന്നെ CDM-ന്റെ ഇതിനായിട്ട് പോകും. ബാങ്കുകാരെങ്ങനെ പിടിച്ചുകൊണ്ടു. ആൻഡ് ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CDM-കാരിങ്ങനെ പൈസ പിടിച്ചുകൊണ്ട് പോകും, ബാങ്കുകാരും പൈസ പിടിക്കും. ഇത് കഴിഞ്ഞിട്ട് ഇവന്മാരുടെ ഒരു പ്ലാറ്റ്ഫോം ഫീ ഉണ്ട്, TDS ഡിഡക്ഷൻ എന്ന് പറഞ്ഞ്. എല്ലാ ഡെലിവറി സാധനത്തിലും ഉള്ളതാണ് TDS ഡിഡക്ഷൻ എന്ന് പറഞ്ഞ് ഇവന്മാരുടെ ഒരു പ്ലാറ്റ്ഫോം ഫീ ഉണ്ട്. ഈ പ്ലാറ്റ്ഫോം ഫീയിൽ നമ്മൾ ഒരാഴ്ചത്തെ ഏണിങ്സിന്റെ എത്രയോ 10%, 7%, അതോ 6% എത്ര ഒരു കണക്ക് കൂട്ടി നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ടിങ്ങിൽ അത് പിടിച്ചോണ്ട് പോകും. അപ്പൊ അങ്ങനത്തെ ഒരു ചെറ്റത്തരം അത് അടുത്തത് വേറെ TDS എന്നും പറഞ്ഞ് പിടിച്ചോണ്ട് പോകും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വർഷാവസാനം TDS ഫയൽ ചെയ്ത് റിട്ടേൺ തരാമെന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അപ്പൊ നമ്മൾ പണ്ടൊക്കെ അത് വേറെ ഏതെങ്കിലും ഏജന്റ് വഴിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഓരോ ആപ്പിൽ തന്നെ കാണിക്കും. അങ്ങനെ ഇത്തവണ ഞാൻ സ്വിഗ്ഗിയുടെ ഇതുവഴി TDS ഫയൽ ചെയ്യാനായിട്ട് ഞാൻ സ്വിഗ്ഗിയിൽ അപ്ലൈ ചെയ്തു. എന്നെ അടുത്ത കോൺടാക്ട് ചെയ്തു. ഞാൻ അവൻ പറഞ്ഞ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്തു. അവൻ ഫയൽ ചെയ്തു. എന്നിട്ട് ഇത്ര രൂപ വരുമെന്ന് പറഞ്ഞു. അത് എത്ര എന്ന് പറയുന്നത് വെച്ചാൽ 2 ആഴ്ചക്കകത്ത് വരുമെന്ന് പറഞ്ഞു. മാസം 2 2 ആഴ്ച തൊട്ട് മാസം 2 ഇതുവരെ ആ പൈസ എന്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. അവന്മാരെ എടുത്തോണ്ട് പോയെന്നാണ് തോന്നുന്നത്. അത് വേറൊരു ചെറ്റത്തരം. ഇത് കഴിഞ്ഞിട്ട് കസ്റ്റമർ ആഡ് ചെയ്യുന്ന ടിപ്പ് ഉണ്ട്. 20 രൂപ ടിപ്പ് കസ്റ്റമർ ആഡ് ചെയ്യുന്നെങ്കിൽ പലപ്പോഴും പല സമയത്ത് 10 രൂപ ടിപ്പായിരിക്കും കാണിക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലായ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരാൾ ഒരു ഫുഡ് ഓർഡർ ചെയ്തിട്ട് 10 രൂപ ടിപ്പ് ആഡ് ചെയ്തു. 10 രൂപ ടിപ്പ് ആഡ് ചെയ്തപ്പോൾ തൊട്ടടുത്തിരുന്ന ആളിന് തന്നെ ആ ഓർഡർ അസൈൻ ആയി. നോക്കിയപ്പോൾ അതിനകത്ത് കാണിച്ചു തന്ന 5 രൂപ ടിപ്പാണ്. അതായത് കസ്റ്റമർ ഡെലിവറി പാർട്ണറിന് കൊടുക്കുന്ന ടിപ്പിൽ വരെ കൈയിട്ട് വരുന്ന വെറും ചെറ്റത്തരമാണ് സ്വിഗ്ഗി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത ചെറ്റത്തരം എന്താണെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാമാർട്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് ഗ്രോസറി ഐറ്റംസ്, തുറപ്പ, മോപ്പ്, കൊച്ചു കൊച്ചു ഇലക്ട്രോണിക്സ് സാധനങ്ങൾ, ഇതെല്ലാം ഇൻസ്റ്റാമാർട്ട് ഒരു 10 കിലോമീറ്ററിനകത്തോ 6 കിലോമീറ്ററിനകത്തോ വരെയൊക്കെ ഇൻസ്റ്റാമാർട്ട് ഡെലിവറി ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഇൻസ്റ്റാമാർട്ടും ഫുഡും ഡെലിവറി ചെയ്യാനായിട്ട് അസൈൻ ആക്കിയിട്ടുള്ള പാർട്ണേഴ്സ്, അതായത് ഞാൻ ഫുഡ് മാത്രമാണ് കൊടുത്തിരുന്നത്, പക്ഷെ എന്നെ കൂടെ ഇൻസ്റ്റാമാർട്ടിൽ പിടിച്ച് ആഡാക്കി. ഇത് കൊടുത്തിരുന്ന ആൾക്കാരുടെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെല്ലും സാധനങ്ങൾ എടുക്കും. ചില സമയത്ത് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ലിറ്ററിന്റെ വെള്ളത്തിന്റെ ക്യാൻ, 10 കിലോ അരി, ഇത്രയും വലിയ നീളമുള്ള മോപ്പ് അല്ലെങ്കിൽ തുറപ്പ, ഇതൊക്കെയാണ് ബൈക്കിൽ ഇങ്ങനെ തോളിലിട്ടുള്ള ഹനുമാൻ ഗതയും തൂക്കിക്കൊണ്ട് പോണം. അല്ലെങ്കിൽ ഇത്രയും നീളമുള്ള സാധനങ്ങൾ അവർ കൊടുക്കുന്നു. ഇത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ബാഗോ എന്തെങ്കിലും ഒരു സാധനങ്ങളും കൊടുക്കണം. ഐസ്ക്രീം കൊണ്ടുകൊടുക്കുക, ഐസ് ബാഗുള്ള ബാഗ് വരെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്ര വലിയ മോപ്പൊക്കെ നമ്മളെന്താ തലയിൽ ചുമന്നുകൊണ്ട് പോകുമോ? വണ്ടി ഓടിക്കണ്ടേ? അല്ലെങ്കിൽ ഇതേപോലുള്ള സാധനങ്ങൾ കൊണ്ടുകൊടുക്കാനായിട്ട് ഇൻസ്റ്റാമാർട്ട് തന്നെ വേറെങ്കിലും വലിയ വണ്ടിയോ അല്ലെങ്കിൽ വലിയ ബാഗോ എന്തെങ്കിലും ഒക്കെ കൊടുക്കണം. ബൈക്കിൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കണം. ഇൻസ്റ്റാമാർട്ട് മാത്രം ഡെലിവറി ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ആൾക്കാരുണ്ട്. ഇൻസ്റ്റാമാർട്ട് മാത്രം ഓടുന്ന ആൾക്കാരുണ്ട്. കാണിക്കുന്ന മെയിൻ തെണ്ടിത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാമാർട്ട് ഓടാനായിട്ട് ഇരിക്കുന്ന ആൾക്കാർ അവിടെ ചൊവയും കുത്തിയിരിക്കും. അവർക്ക് ഈ ഇൻസ്റ്റാമാർട്ടിന്റെ ഓർഡർ എടുക്കൂല. ഫുഡും കൊണ്ട് കൊടുത്തിട്ട് കറങ്ങി വരുന്ന ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ തലയിൽ ഈ തുറപ്പയും ചാക്കും അരിയും വാട്ടർ ക്യാനും എല്ലാം കൂടെ അടിച്ചു പിടിച്ചു കൊടുക്കും. അവനാണെങ്കിൽ ഫുഡ് കൊണ്ടുകൊടുക്കാനുള്ള ബാഗിനകത്ത് ഈ സാധനം വെച്ചുകൊണ്ട് അവൻ പോണം. എനിക്ക് മിനിങ്ങാന്നൊരു തുറപ്പ് കിട്ടി. ഞാൻ കൊണ്ടുചെന്ന സമയത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന ആലോചിച്ച് ഞാൻ എന്റെ വണ്ടിയുടെ ഇടയിൽ ഇങ്ങനെ നൂത്ത് പയ്യെ പിടിച്ച് ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സമയത്ത് കൈവച്ച് പിടിച്ച് താങ്ങിയിട്ടുണ്ട് ഞാൻ ഇത് കൊണ്ടുപോയത്. ഞാനിത് കൊണ്ടുചെന്നിട്ട് അവിടെ ചെന്ന് ചേച്ചിയെ വിളിച്ചപ്പോൾ ചേച്ചിയുടെ ഫോൺ എടുക്കണില്ല. ലാസ്റ്റ് എങ്ങനെയൊക്കെ അവർ ഫോൺ എടുത്ത് കൊണ്ടു ചെന്നപ്പോൾ സമയത്ത് ഞാൻ ഉദ്ദേശിച്ച ഇത്തി കൂടെ വലിയ തുറപ്പായിരുന്നു. ഓൾറെഡി അത് 1-1.5-2 മീറ്റർ നീളമുള്ള വലിയ സാധനം. അത് ഇങ്ങനെ തൂക്കണ തുറപ്പില്ലേ, കമ്പുള്ള സാധനം. അത് അവരുദ്ദേശിച്ചത്തി കൂടെ വലുതായിരുന്നു, നീളം കുറഞ്ഞു പോയിരുന്നു. നമ്മള് ബൈക്കിലാണ് വെച്ചുകൊണ്ട് പോണ ഈ സാധനം. ഇത് എവിടെ വെക്കും, എങ്ങനെ വെക്കും? കെട്ടാൻ വല്ല ടാഗ വല്ല കിടപ്പുണ്ടോ? ഒന്നുമില്ല. എങ്ങനെയൊക്കെയോ ടാങ്കിന്റെ മണ്ടയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അതിങ്ങനെ കിടന്ന് ആടി പെൻഡിലും പോലെ ആടി എങ്ങനെയൊക്കെയോ ഏതൊക്കെ ആളില്ലാത്ത വഴി കൂടെയൊക്കെ കറങ്ങി ചുറ്റി കൊണ്ട് കൊടുത്തു. കിട്ടിയത് 35 രൂപ.
4-5 കിലോമീറ്റർ കൊണ്ടുപോയപ്പോൾ 35 രൂപയാണ് ഇൻസ്റ്റാമാർട്ടുകാർ നമുക്ക് ദാനമായിട്ട് തന്ന സാധനം. എന്നിട്ട് ഇൻസ്റ്റാമാർട്ട് ഓടാനായിട്ട് അവിടെ കുറെ പേര് ആൾക്കാരുണ്ട്, അവർക്കൊട്ട് ഓർഡർ കൊടുക്കത്തില്ല. എന്നിട്ട് അവർ നമ്മളെ വന്ന് ഓർഡർ എടുത്തോണ്ട് പോകുമ്പോൾ നമ്മളെ മറ്റേ എല്ലാ പ്രാപിക്കൊണ്ടിരിക്കുകയാണ്. യുവമാർക്ക് ഫുഡ് കൊടുത്താൽ പോലും എന്തിനും ഇങ്ങോട്ട് വരണം, അല്ലെങ്കിൽ യുവമാർക്ക് എന്തിനും ഓർഡർ കൊടുക്കുന്ന എന്ന് പറഞ്ഞ് ഇത് കണ്ടിട്ട് അവർ ദേഷ്യപ്പെട്ട് അവരും തിരിയും, അവരിന്ന് സമരം ചെയ്യും, അവർ ഓടാകത്തില്ല. അപ്പോഴും പെട്ടോണാരാണ് ഈ ഫുഡ് ഡെലിവറി എന്നുള്ള നമ്മളാണ്. ഇവർ ഓടാ ഇറങ്ങിയാൽ പോലും നമുക്ക് ഓർഡർ അടിച്ചിട്ട് ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് നമുക്കത് കൊണ്ടുകൊടുക്കാൻ തീരെ താല്പര്യമില്ല. കാരണം ഈ അരി, മോപ്പ്, വാട്ടർ ക്യാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് കൊണ്ടുകൊടുക്കാൻ നമുക്ക് വലിയ താല്പര്യമില്ല. എന്നാലും നമുക്ക് ഒരു ദിവസം ഒരു ഓർഡർ കൂടുതൽ ക്യാൻസൽ ചെയ്ത് തന്നെ ഇൻസെന്റീവും കാര്യങ്ങളും കട്ടാവുന്നതുകൊണ്ട് നമ്മൾ സായിട്ട് കൊണ്ടു കൊടുക്കാന്ന് പറഞ്ഞ് നിൽക്കും. അപ്പൊ ഇവർക്ക് നമ്മളടുത്തൊരു അയ്യോ നമ്മൾ ഓർഡർ എടുത്തോണ്ട് പോകണം എന്ന് പറഞ്ഞൊരു അസൂയാണ്. എന്നിട്ട് ഇവന്മാർ സമരം കൊണ്ട് ചെയ്യും. ഇവന്മാർ ഇറങ്ങാതിരിക്കുമ്പോൾ ഇരട്ടി പണി നമുക്കാണ്. ഇൻസ്റ്റാമാർട്ടുകാരുടെ കാര്യമല്ല പറയുന്ന, ഫുഡ് ഡെലിവറി ഓടുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്ന. ഒരു ദിവസം ഒരു ഫുഡ് ഡെലിവറി ഓടുന്ന ഒരു ഫുൾ ടൈം ഓടുന്ന ഒരു ഡെലിവറി പാർട്ണറിന്റെ ബൈക്ക് അല്ലെങ്കിൽ സ്കൂട്ടി വണ്ടി ഏകദേശം ഒരു മിനിമം ഒരു 150+ കിലോമീറ്റർ ഓടിയിരിക്കും. ഈ വണ്ടി 150+ കിലോമീറ്റർ ഓടുന്ന സമയത്ത് ഒരു വണ്ടിയുടെ ചെയിൻ സ്പ്രോക്കറ്റിന്റെ ഒക്കെ ലൈഫ് എന്ന് പറഞ്ഞാൽ മാക്സിമം കൂടി പോയി 10,000 കിലോമീറ്റർ ആണ്. ഓയിലിന്റെ ഒക്കെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം 6,000 to 7,000 കിലോമീറ്റർ. അങ്ങേയറ്റം പച്ചവെള്ളം കണക്കാവും ഇതൊക്കെ ഓയിലൊക്കെ. ഇത് ഇത്രയൊക്കെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ചെലവാക്കി ഓടി എന്തെങ്കിലുമൊക്കെ തുച്ഛമായ പൈസ കൊണ്ടുവരുന്ന സമയത്ത് കസ്റ്റമർ ഇടുന്ന ടിപ്പ് വരെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി എന്നിട്ടും TDS കാര്യങ്ങളും ഒക്കെ പിടിച്ചോണ്ട് പോയി തുച്ഛമായ പൈസയും ഇൻസെന്റീവ് കട്ട് ചെയ്യാനുള്ള എല്ലാ പരിപാടികളും കാണിച്ച് തിന്നിട്ട് 1 കിലോമീറ്ററിന് 5 രൂപ അല്ലെങ്കിൽ 6.5 രൂപയാണ് ഈ സ്വിഗ്ഗി എന്ന് പറയുന്ന മഹാ കമ്പനി തരുന്നത്. ഇതിനായിട്ട് ഹോട്ടലിൽ ഫുഡ് എടുക്കാൻ പോകുമ്പോൾ ചില ഹോട്ടലുകൾ അകത്ത് കയറല്ലേ വെളിയിൽ നിന്നോളണേ, അകത്ത് കയറല്ലേ വെളിയിൽ നിന്നോളെ. സെക്യൂരിറ്റിക്കാർക്ക് മുതലാളിമാരെ കാട്ടിയും പ്രശ്നമാണ്. ഇവനൊക്കെ എന്തിനും ഇവിടെ വന്ന് നിൽക്കുന്ന മുതലാളിമാരും സെക്യൂരിറ്റിക്കാരും ആദ്യം അറിയേണ്ട ഒരു കാര്യമാണ്, കസ്റ്റമറിന് പകരം സാധനം വാങ്ങിക്കാൻ വന്ന ആളാണ്. അതായത് നമ്മളവിടുത്തെ കസ്റ്റമറാണ്. നമുക്ക് ആ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളും കിട്ടേണ്ടതായിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ അടുത്ത് ചിലപ്പോൾ കേട്ടോണ്ടിരിക്കുമായിരിക്കും. എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ കൊടുക്കും, അത് വേറെ കാര്യം. എനിക്കങ്ങനെ അതുകൊണ്ടായാലും വിഷയമൊന്നുമില്ല. ഇപ്പം ഈ ഡെലിവറി ബോയ്സിനൊക്കെ തലയിൽ കയറാൻ പോകണവർ ആലോചിക്കുക, കസ്റ്റമറിന് പകരം അവിടെ സാധനം വാങ്ങിക്കാൻ വന്ന ആൾക്കാരാണ്. അതിൻ്റെതായ റെസ്പെക്റ്റും കാര്യങ്ങളും കൊടുക്കണം. നിങ്ങളുടെ ആരുടെ ബേസിക് അല്ല അവിടെ ആരും വർക്ക് ചെയ്യുന്ന, മുതലാളിയുടെ സെക്യൂരിറ്റിയുടെ ബേസിക് അല്ല നമ്മൾ വർക്ക് ചെയ്യുന്നത്. സ്വിഗ്ഗിക്ക് പോലും നമ്മുടെ മുകളിൽ അധികാരമില്ല. കാരണം നമ്മുടെ പൈസ മൊത്തം തിന്നുകൊണ്ട് പോകണം വേണം, നമുക്ക് തന്നെ സ്വിഗ്ഗി വലിയ വിലയില്ല. ഇത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ടൈം ഓടുന്ന ഒരാൾക്ക് ഫുൾ ടൈം ഓടുന്ന ഒരാൾക്ക് പാർട്ട് ടൈമിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. പാർട്ട് ടൈമിലോട്ട് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചക്കകത്ത് നെക്സ്റ്റ് വീക്ക് നമ്മൾ പാർട്ട് ടൈമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് വിടും. പക്ഷെ തിരിച്ച് ഫുൾ ടൈമിലാക്കാൻ സമ്മതിക്കില്ല. എത്ര ടിക്കറ്റ് റൈസ് ചെയ്താലും ആക്കത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ടിക്കറ്റ് റൈസ് ചെയ്ത് ആക്കി കഴിഞ്ഞാൽ ഓൾറെഡി പാർട്ട് ടൈം ആയാലും ഫുൾ ടൈം ആയാലും സ്വിഗ്ഗിയിൽ ഒരു കണക്കുണ്ട്, ഡെലിവറി പറഞ്ഞാൽ ഇത്ര ഏണിങ്സ്, ഇത്ര മുതൽ ഇത്ര ഏണിങ്സ് കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ പാർട്ട് ടൈം നിൽക്കണം ഫുൾ ടൈം ഓടിയാലും ഫുൾ ടൈം നിൽക്കണമെന്ന് തന്നെ ഫുൾ ടൈം ഓടി കഴിഞ്ഞാൽ അത്ര ഏണിങ്സ് മാക്സിമം കിട്ടത്തുള്ളൂ. അവർ കണക്കുണ്ട്. അപ്പോൾ അവർ ഫുൾ ടൈമിലുള്ള ഒരു പാർട്ട് ടൈമിലാക്കാൻ വന്നു കഴിഞ്ഞാൽ പാർട്ട് ടൈമിലാക്കി വിടും. കാരണം എന്താ, പാർട്ട് ടൈമിന് ഇൻസെന്റീവ് കൊടുത്താൽ മതി, അവിടെ അവർക്ക് ലാഭം. നേരെ മറിച്ച് പാർട്ട് ടൈമിലുള്ള ഫുൾ ടൈം ആക്കാൻ വിട്ട് കഴിഞ്ഞാൽ ആ ടിക്കറ്റ് റൈസ് ചെയ്യണം മൈൻഡ് ഒന്നും ചെയ്തില്ല. പിന്നെ ഫ്ലീറ്റ് മാനേജർ എന്നും പറഞ്ഞ് കുറെ മണ്ണും ഇള പിടിച്ച് ഓരോ സോണിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നിട്ട് ഇപ്പോൾ നമ്മുടെ ഇൻസെന്റീവ് ക്രൈറ്റീരിയ ഒന്ന് മാറ്റി തരണം, അല്ലെങ്കിൽ ഇൻസെന്റീവിന്റെ ഇതിന്റെ ഷിഫ്റ്റ് ഒന്ന് മാറ്റി തരണം. അയ്യോ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, നമ്മളെ മോളിൽ നിന്ന് ഏതോ മാമൻ വന്നാലേ ചെയ്യത്തുള്ളൂ, മാമന്റെ അടുത്ത് പോയി കാണണം. ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ പട്ടത്താണ് സ്വിഗ്ഗിയുടെ ഹെഡ് ഓഫീസ് വരുന്നത്. ഈ ട്രിവാൻഡ്രത്തെ ഏത് സോണിലുള്ള ആൾക്കാരും ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ പട്ടത്ത് പോകണം. പിന്നെ ഇവൻ എന്തിനാണ് അവിടെ ഫ്ലീറ്റ് മാനേജർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഉപയോഗം ഇല്ലാത്തവരുത്ത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ലോങ് ഡിസ്റ്റൻസ് ഓർഡറിന് പോയി കഴിഞ്ഞിട്ട് റിട്ടേൺ കിട്ടിയില്ല, അവനെ വിളിച്ചെങ്കിൽ ഇതിനെയോ അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒന്ന് ഷിഫ്റ്റ് മാറ്റി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അത് പറ്റത്തില്ല. ഇൻസെന്റീവ് ക്രൈറ്റീരിയ മാറ്റി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റത്തില്ല. സോൺ മാറ്റി തരാൻ പറഞ്ഞാൽ അതിനും പറ്റത്തില്ല. ആഡാക്കി തരാൻ പറഞ്ഞാൽ അതിനും പറ്റത്തില്ല. അവൻ ഒന്നിനും പറ്റത്തില്ല. അവൻ ഫ്ലീറ്റ് മാനേജറാണ്, അവനൊരു തേങ്ങയ്ക്കും പറ്റത്തില്ല. പിന്നെ എന്തിനാണോ അതിനകത്ത് ഒന്നെങ്കിൽ അത് ഫ്ലീറ്റ് മാനേജർ എന്ന് പറഞ്ഞിരിക്കും. ഇടയ്ക്ക് വിളിക്കും, മറ്റേ ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിൽ ആളില്ലാതെ വരുന്ന സമയത്ത് ഓർഡർ വന്ന് വരുമ്പോൾ വിളിക്കും, ഹലോ ബ്രോ ഇന്ന് ഇത്ര ഇൻസെന്റീവ് ഇട്ടിട്ടുണ്ട്, ഹലോ ബ്രോ ഇത്ര രൂപ ഇൻസെന്റീവ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ഇന്ന് ഇറങ്ങണം, ഇന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1,500, 2,000, 3,000 രൂപ ഒന്ന് മറിച്ച് തരാം നമ്മൾ. ഇങ്ങനെ വരും. ഡെലിവറി ബോയ്സിന് അല്ലെങ്കിൽ ഡെലിവറി പാർട്ട്നേഴ്സിനെ വേണ്ട ഒരു ഉപയോഗമുള്ള ഒരു കാര്യം ചെയ്യുക ഈ ഫ്ലീറ്റ് മാനേജറെ മണ്ണുള്ളിലൊക്കെ കൊണ്ട് ഇതുവരെ പറ്റില്ല. അവന്മാരത് ചെയ്യത്തുമില്ല. ടോട്ടൽ വേസ്റ്റ് ആണ് അവന്മാര്. ഒരു ലാപ്പും കൊണ്ട് അതിൽ മുറിക്കുന്നത് ടോട്ടൽ വേസ്റ്റ് ആണ് അവന്മാര്. ഇനിയാണ് അടുത്ത പരിപാടി വരാൻ പോകുന്നത് സ്വിഗ്ഗിയുടെ സർജ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് പ്രത്യേക ദിവസങ്ങളിൽ ഇത്ര രൂപ സർജറി ഓർഡർ എക്സ്ട്രാ. ഇപ്പൊ ഞായറാഴ്ച ഞാൻ ഓടുന്ന സോൺ ആറ്റിങ്ങൾ സോണിൽ വരുന്ന സർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച 10 രൂപ. പണ്ട് 15 രൂപയായിരുന്നു. അത് കുറച്ച് കഴക്കൂട്ട സോണിൽ 20 രൂപയായിരുന്നു. കഴക്കൂട്ടത്ത് ഇപ്പൊ 12 or 15 ആക്കി. 10 ആയിരുന്ന ആറ്റിങ്ങൾ സോണിന്റെ സർജ് കുറച്ച് 15 ആയിരുന്ന ആറ്റിങ്ങൾ സോണിന്റെ സർജ് കുറച്ച് 10 രൂപയാക്കി. ഈ സർജിൽ തന്നെ മൾട്ടി ഓർഡർ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായത് ഏകദേശം സെയിം ലൊക്കേഷൻ വരുന്ന സ്ഥലത്തോട്ടാണ് 2 ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ ആ 2 ഓർഡറും ഒരൊറ്റ ഡെലിവറി പാർട്ട്ണറിനെ അസൈൻ ചെയ്ത് കൊടുക്കും.
അപ്പൊ ആ ടൈമിൽ ഒരു ഓർഡർ 25 മിനിമം വരണം. സബ്ജും കൂടെ ചേരുമ്പോൾ 10 രൂപ സബ്ജും കൂടെ ചേർത്ത് ഒരു ഓർഡറിന് 35 സബ്ജ് വരും. അപ്പം മൾട്ടി ആയിട്ട് ഒരു ഓർഡർ കൂടെ അടിക്കുമ്പോൾ എക്സ്ട്രാ 25 പകരം 15 രൂപയാണ് സാധാരണ ആഡ് ആക്കുന്നത്. അപ്പൊ ഈ സബ്ജ് അതായത് 2 ഓർഡർ പ്ലസ് 15 10 പ്ലസ് സബ്ജ് എന്ന് പറയുമ്പോൾ 25 പ്ലസ് 35 60 രൂപയാണ് ആ 2 ഓർഡർ കൊണ്ടുവരുമ്പോൾ കിട്ടാനുള്ളത്. അപ്പൊ ഈ സബ്ജുള്ള ടൈമിൽ മൾട്ടി ഓർഡർ അടിച്ചു കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തേന് 35 രൂപ തരും, 25 പ്ലസ് 10 35. രണ്ടാമത്തേന് 15 പ്ലസ് 8 ഇട്ട് 2 രൂപ ആ സബ്ജിൽ വരെ അവന്മാര് മുക്കും. ഇത് കഴിഞ്ഞിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വെതർ മോണിറ്ററിംഗ് സിസ്റ്റം ഇല്ല. മഴ പെയ്തോണ്ടിരിക്കുക, റെയിൻ സർജ് ഉണ്ട്, 15 രൂപ 20 രൂപ 25 രൂപ പല കണക്കിന് റെയിൻ സർജ് ഉണ്ട്. ഈ റെയിൻ സർജ് ഓൺ ആക്കണം എന്ത് ചെയ്യണമെന്ന് അറിയാമോ? മഴയത്ത് പോയി കോട്ട് വിട്ട് ഇറങ്ങി സെൽഫി ഇട്ട് കൊടുക്കണം. മഴയത്ത് കോട്ട് വിട്ടുകൊണ്ട് മഴയത്ത് ഇറങ്ങുന്നത് മഴ നനഞ്ഞുകൊണ്ട് ഫോണിൽ സെൽഫി ഇട്ട് കൊടുക്കണം. മഴ നനഞ്ഞ ഫോണിൽ ക്യാമറ കാണാൻ പറ്റുമോ മന്ദബുദ്ധികളെ? ഇനി നമ്മൾ മഴയത്തൊക്കെ നിന്ന് ഫോട്ടോ എടുത്ത് സെൽഫി എടുത്ത് അപ്ലോഡ് ആയി കഴിഞ്ഞിട്ട് ഈ സർജ് ഓൺ ആക്കും. സർജ് ഓൺ ആക്കിയിട്ട് അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. 2 മിനിറ്റ് 3 മിനിറ്റ് കഴിയുമ്പോൾ ഈ സർജ് ഓഫാക്കും. ഈ സർജ് ഉള്ള ടൈമിൽ ഓർഡർ അടിച്ചേക്കാം റെയിൻ സർജ് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ അത് കിട്ടത്തില്ല. മഴ അവിടെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. 2 മിനിറ്റ് 3 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ സർജ് ഓഫാക്കും. ഇവര് ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം ഗൂഗിൾ മാപ്പുമായിട്ടൊക്കെ ലിങ്ക് ചെയ്ത് നമുക്ക് ആപ്പിൽ നിന്ന് ഡയറക്റ്റ് ഗൂഗിൾ മാപ്പിലോട്ട് വഴിയൊക്കെ ഇട്ട് ലൊക്കേഷൻ ഇട്ട് പോകാൻ പറ്റും. എന്തുകൊണ്ട് ഗൂഗിൾ വെതറുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് ആക്യുറേറ്റ് വെതർ എന്തുകൊണ്ട് അവർക്ക് അത് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നില്ല? ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ല, വേണ്ട. 2 മിനിറ്റ് ആ ഹോൾ സോണിലെ റെയിൻ സർജ് മൊത്തം ഓഫ് ആക്കിയിട്ട് തന്നെ ആ ഒരു സമയത്ത് വരുന്ന 10 ഓർഡറിന് ആ റെയിൻ സർജ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 25 × 10 250 രൂപ ഡെലിവറി പാർട്ട്നേഴ്സിന് നിയമപ്രകാരം കൊടുക്കാനുള്ള 250 രൂപ അവന്മാർക്ക് അവിടെ മുക്കാൻ പറ്റും. എന്നിട്ട് ഈ കസ്റ്റമറിന്റെ എന്ത് ചെയ്യാന്ന് അറിയാമോ? മഴ പെയ്യുവാണ്, ഇപ്പൊ ഡെലിവറി പാർട്ട്ണർ പതിയെ വരത്തുള്ളൂ, മാത്രമല്ല ഡെലിവറി പാർട്ട്ണറിന് സർജ് ഉണ്ട്, അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണ് എന്ന് പറഞ്ഞ് അവരെ 30-40 രൂപ എക്സ്ട്രാ വാങ്ങിക്കും. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ ഒരു ഈ കാണുന്ന സ്വിഗ്ഗിയിലൊക്കെ ഫുഡ് ഓർഡർ ചെയ്യുന്ന ആൾക്കാർ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ ഒരു 150 രൂപയുടെ ബിരിയാണി അതിനകത്ത് കാണിക്കുന്ന സാധനം 150 രൂപയ്ക്ക് നിങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തു. പ്ലസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ 5 കിലോമീറ്ററിനകത്തായിരിക്കും വീട്. പ്ലസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു 40 രൂപ ഡെലിവറി ചാർജ് വാങ്ങിച്ച് 190 രൂപയ്ക്കാണ് നിങ്ങൾ ആ ബിരിയാണി ഓർഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബാക്കി 25 രൂപ. അതിൽ ഈ 190 രൂപയില് 25 രൂപ മാത്രമാണ് ഈ ഡെലിവറി പാർട്ട്നേഴ്സിന് വാങ്ങിക്കുന്നത്. അവർ പറയുന്ന എമൗണ്ട് എത്രയാണ്? ഓൾറെഡി ഹോട്ടലുകാർ സ്വിഗ്ഗിയുടെ അവരുടെ ഹോട്ടലിൽ കൊടുക്കുന്ന എമൗണ്ടിനെക്കാട്ടി കൂട്ടിയായിരിക്കും സ്വിഗ്ഗിയിൽ ഫുഡായിട്ട് ഇടുന്ന. എന്നിട്ട് ഈ ഫുഡ് ഐറ്റത്തിൽ നിന്ന് അവര് 30% ഈ ഫുഡിന്റെ 30% സ്വിഗ്ഗി കമ്മീഷനായിട്ട് ഹോട്ടലുകാരിൽ നിന്ന് എടുക്കുന്നത്. എന്നിട്ടും അതായത് ഇപ്പൊ 150 എന്നുള്ള സാധനത്തിന് 30%, 45 രൂപ അവർക്ക് 150ന്റെ ബിരിയാണി ആണെങ്കിൽ 45 രൂപ അവര് കമ്മീഷനായിട്ട് എടുക്കും. എന്നിട്ട് അപ്പൊ 150 നിങ്ങൾ ബിരിയാണി വാങ്ങിച്ചത്, ബാലൻസ് 40 രൂപ നിങ്ങളെ ഡെലിവറി ചാർജ് ആയിട്ട് വാങ്ങിക്കുന്നത്. അതായത് സത്യത്തിൽ ഈ 40 രൂപ നമുക്ക് തരേണ്ട സാധനം, അല്ലെങ്കിൽ ഡെലിവറി ബോയ്സിന് കൊടുക്കേണ്ട സാധനമാണ്. അതിൽ നിന്ന് 25 രൂപ ഡെലിവറി പാർട്ട്നേഴ്സിന് എടുത്തിട്ട് 15 രൂപ അതിൽ നിന്ന് പിന്നെ നോക്കും. 15 രൂപ അവർ പിന്നെ അതിൽ നിന്ന് നോക്കും. അതായത് 30% ഫുഡിന്റെ കമ്മീഷൻ, ആപ്പിന്റെ കമ്മീഷൻ എന്നും പറഞ്ഞ് 45 രൂപ എടുക്കും, പിന്നെ 15 രൂപ നോക്കും. നിങ്ങൾ 190 രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു ബിരിയാണിയിൽ 60 രൂപയോളം സ്വിഗ്ഗി വിഴുങ്ങുക. ഹോട്ടലുകാർ പോലും അല്ല എടുക്കുന്ന. നമുക്ക് 25 തന്ന് അവര് 40 നിന്ന് നമുക്ക് കിട്ടാനുള്ള 40 15 മുക്കി നമുക്ക് 25 തന്ന്, എന്നിട്ട് 30% ഹോട്ടലുകാരെ കൂടെ കമ്മീഷൻ എടുത്താൽ സ്വിഗ്ഗി ഓടിക്കൊണ്ടിരിക്കുന്ന. പെട്രോൾ ഇൻസെന്റീവ് ഇല്ല, ഓടിക്കൊണ്ടിരിക്കുന്ന ഡെലിവറി പാർട്ണർ ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ അതിന് ഇൻഷുറൻസ് കാര്യങ്ങൾ കൊടുക്കത്തില്ല. ഇൻഷുറൻസ് കാര്യങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഹോസ്പിറ്റലൈസ് ആവേ അല്ലെങ്കിൽ കേസ് ഒന്നെങ്കിലും ആവേ ചെയ്യും. അല്ലാതെ വണ്ടി മാത്രം എന്തെങ്കിലും നശിച്ചുപോയി ചെയ്ത് കഴിഞ്ഞാൽ അതിന് അവന്മാരൊന്നും ചെയ്യത്തില്ല. ഒരു ഉപയോഗം ഇല്ലാത്ത കുറെ എണ്ണത്തിന് ഫീൽഡ് മാനേജർ എന്ന് പറഞ്ഞ് പേരും കൊടുത്ത് ഇങ്ങനെ ഇട്ടേക്കും. അവന്മാരാണെങ്കിൽ സോണിൽ വന്ന് തിരിഞ്ഞു നോക്കത്ത് പോലും ഇല്ല. ഇനി അഥവാ വന്നിട്ട് പോയാൽ ഇത്ര പേരുണ്ടായിരുന്നു, എത്ര പേര് ഓടി, ഇത്ര പേര് ഓടാൻ ഇറങ്ങി, അവരെ ഐഡിയും ചുമ്മാ പേരിന് വാങ്ങിച്ചു വെച്ചിട്ട് കണക്ക് എഴുതി വെച്ചിട്ട് അവന്മാരങ്ങ് പോകും. ഒരു ഉപയോഗമില്ല അവന്മാരെ കൊണ്ട്. ആകെ സ്വിഗ്ഗി തരുന്ന ഒരു ഫ്രീഡം, വർക്ക് ചെയ്യാനുള്ള ഫ്രീഡം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻസെന്റീവും കാര്യമൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നുമ്പോൾ ഓഫാക്കിയിട്ട് നമുക്ക് പോവാം. ഇതാണ് സ്വിഗ്ഗി തരുന്ന വർക്കിംഗ് ഫ്രീഡം ഈ ഡെലിവറി പാർട്ട്നേഴ്സിന്. അതായത് ഞാനിപ്പോ പാർട്ട് ടൈം ആയിട്ട് ഓടുന്ന ഒരാളാണ്. ഞാനിപ്പോ ഒരു 10 മണിക്കൂർ ഓടിക്കഴിഞ്ഞാൽ എനിക്കൊരു 700 രൂപ കിട്ടും. ഈ 700 രൂപയിൽ എനിക്ക് അന്നത്തെ ദിവസം 200 രൂപയായിരിക്കും എന്റെ പെട്രോൾ ചാർജ്. അതും പോയിട്ട് എനിക്ക് 500 രൂപയായിരിക്കും കിട്ടുന്നത്. ഈ 500 രൂപ വിത്ത് ഇൻസെന്റീവ്, 4 ഷിഫ്റ്റിന്റെ ഇൻസെന്റീവും വെച്ചായിരിക്കും എനിക്ക് 500 രൂപ കിട്ടുന്നത്. അതായത് 500 രൂപയിൽ അതിലൊരു 150 രൂപ ഇൻസെന്റീവ് പോയി കഴിഞ്ഞാലും ബാക്കി 500 ബാക്കി 350 ആയിരിക്കും ഞാൻ ആ 10 മണിക്കൂർ നിന്ന് എന്റെ ഏണിങ്സ്. 10 മണിക്കൂർ ഞാൻ നിന്ന ഏണിങ്സ് ആ 380 രൂപ ആയിരിക്കും. ഈ 350 രൂപ കിട്ടാൻ വേണ്ടി 10 മണിക്കൂർ നിൽക്കുമ്പോഴായിരിക്കും എനിക്ക് ഇതെല്ലാം കൂടെ വാങ്ങി തിന്നു വരുന്നത്. പെട്രോൾ നമ്മളെ കയ്യിൽ നിന്ന് അടിക്കണം, ഇവന്മാര് തരത്തില്ല. വണ്ടിപ്പണി നമ്മൾ ചെയ്യണം, ഇവന്മാര് തരത്തില്ല. ഇതെല്ലാം നമ്മൾ തന്നെ നോക്കണം. 700 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 200 രൂപ പെട്രോളിന് പോകും. ഈ 200 രൂപയ്ക്ക് നമുക്ക് അന്ന് കിട്ടുന്ന ഇൻസെന്റീവ്, ഈ ഇൻസെന്റീവും വഴി 10 മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 500 രൂപയായിരിക്കും. ഈ 500 രൂപയാണ് നമ്മൾ 10 മണിക്കൂർ നിന്നാൽ കിട്ടുന്ന, അല്ലെങ്കിൽ 12 മണിക്കൂർ നിന്നാൽ കിട്ടുന്ന ഏണിങ്സ്.
ഞാൻ പാർട്ട് ടൈം ആണ്. അപ്പൊ എനിക്ക് പാർട്ട് ടൈം ആയിട്ട് എനിക്ക് ആഴ്ചയിൽ 4 മണിക്കൂർ മാത്രം കംപ്ലീറ്റ് ആക്കിയാൽ മതി എന്നുള്ള ക്രൈറ്റീരിയയാണ്. എന്നാൽ എനിക്ക് വീക്കിലി വീക്കിലി ഇൻസെന്റീവ് ആയിട്ട് കിട്ടും. പക്ഷേ ഈ 4 മണിക്കൂർ മാത്രം ഞാൻ നിന്ന് ഓടിക്കഴിഞ്ഞാൽ എനിക്ക് ഇൻസെന്റീവ് കൂടെ ചേർത്ത് എനിക്ക് കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 350-400 രൂപയായിരിക്കും. അതിൽ 100 രൂപ തന്നെ എനിക്ക് പെട്ടുള്ളൂ, പിന്നെ 300 രൂപയായിരിക്കും. ഇനി ഫുൾ ടൈം നിൽക്കുന്ന ആളിനാണെങ്കിൽ 1250 ആയിരിക്കും വീക്കിലി ഇൻസെന്റീവ് കൊടുക്കുന്നത്. ഈ 1250 വീക്കിലി ഇൻസെന്റീവ് കൊടുക്കുന്ന ഒരാൾ 9 മണിക്കൂർ മസ്റ്റായിട്ട് വർക്ക് ചെയ്തിരിക്കണം. ഒരു മേജർ ഷിഫ്റ്റ്, ഒരു മൈനർ ഷിഫ്റ്റ് കംപ്ലീറ്റ് ആക്കണം. ഈ 9 മണിക്കൂർ നിൽക്കുന്ന ആളിനും കിട്ടുന്നത് ഈ 700 രൂപയാണ് വിത്ത് ഇൻസെന്റീവ്. അതിൽ 200 രൂപ വിട്ടുള്ളൂ. ഈ പാർട്ട് ടൈം നിൽക്കുന്ന ആളിനും വല്ലതും കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അവന് ഈ പാർട്ട് ടൈം ഷിഫ്റ്റിൽ തന്നെ 10 മണിക്കൂർ 9 മണിക്കൂർ വർക്ക് ചെയ്യണം. അതായത് നിങ്ങൾ പാർട്ട് ടൈമോ ഫുൾ ടൈമോ ആവണ്ട, നിങ്ങൾ 10 മണിക്കൂർ എങ്ങനെ വർക്ക് ചെയ്താലും നിങ്ങൾക്ക് ഇത്ര രൂപ കിട്ടത്തുള്ളൂ. പിന്നെ വീക്കിലി ഇൻസെന്റീവ് മാത്രത്തിൽ കൂടുതൽ കിട്ടും. അത്രേ ഉള്ളൂ. അതിലും വേറൊരു പരിപാടിയുണ്ട്. ഒരു ദിവസം ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പാർട്ട് ടൈമേഴ്സ് ആണെങ്കിൽ ഒരു ദിവസം ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ 150 രൂപ ഇൻസെന്റീവ് കട്ട് ചെയ്ത് 450 രൂപ വരും. 2 ദിവസം ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ 150 രൂപ ഇൻസെന്റീവ് കട്ട് ചെയ്ത് പിന്നെ 300 രൂപ തരും വീക്കിലി ഇൻസെന്റീവ്. 3-ാമത്തെ ദിവസം ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ഒരു ഇൻസെന്റീവ് ഇല്ല, ഓടില്ല എന്ന് പറയും. ഇതേപോലെ തന്നെയാണ് ഫുൾ ടൈമേഴ്സിന്റെ. ഒരു ദിവസം ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ 300 കട്ട് ചെയ്യും, പിന്നെ ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ 300 കട്ട് ചെയ്യും, പിന്നെ 3-ാമത്തെ ദിവസം ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഹോൾ ഇൻസെന്റീവ് 1250 രൂപ ചുമ്മാ വളർത്തി പോകും. ഇതാണ് ഫുൾ ടൈമേഴ്സിന്റെ അവസ്ഥ. അപ്പോൾ എനിക്ക് ഈ ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-6 മിനിറ്റ് ഡെലിവറി ബോയ്സ് ഒന്ന് ലേറ്റായി പോകാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവരെ ചീത്ത വിളിക്കാനോ വഴക്കോ പറയാനോ നിൽക്കുക. ഇത്രയും ട്രാഫിക്കിന്റെ ഇടയിൽ കൂടെ ഇത്രയും പാടുപെട്ടൊക്കെ വണ്ടിയൊക്കെ ഓടിച്ച് കൊണ്ടുവരണ്ടേ, അത് നിങ്ങളൊന്ന് ആലോചിക്കണം. പിന്നെ നിങ്ങൾക്ക് ടിപ്പോ കാര്യങ്ങൾ എന്തെങ്കിലും കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ വരുമ്പോൾ പറ്റുമെങ്കിൽ കയ്യിൽ കൊടുക്കുക. ആ തെണ്ടികളുടെ ആപ്പിലിട്ട് അവന്മാരെ വായിലോട്ട് കൊണ്ട് തള്ളി കൊടുക്കാതിരിക്കുക. പറ്റുമെന്നുണ്ടെങ്കിൽ അവർ വരുമ്പോൾ അവരെ കൈ കൊടുക്കുമ്പോൾ അവർക്ക് അത് കിട്ടുമ്പോൾ ഒരു സന്തോഷം, ഒരു ചിരിയൊക്കെ വരും. നിങ്ങൾക്കും അത് കാണുമ്പോൾ ഒരു സന്തോഷം ചിരിയൊക്കെ വരുമായിരിക്കും. അപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ കറക്റ്റ് കൈ കൊടുക്കുക. നിങ്ങൾ എന്തായാലും ടിപ്പ് ആഡാക്കുന്നുണ്ടെങ്കിൽ ആ പയ്യൻ എന്തെങ്കിലും അല്ലെങ്കിൽ ആൾക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്നുള്ളൊരു മനോഭാവത്തിലായിരിക്കും, അല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റിലായിരിക്കും. നിങ്ങൾ ഒരു സന്തോഷത്തിന് വേണ്ടി, നിങ്ങളൊരു ഹാപ്പിനെസ്സിന് വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന 20 രൂപ 30 രൂപ 50 രൂപ 100 രൂപയൊക്കെ ടിപ്പ് കിട്ടിയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്ക് തന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്ര നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ടിപ്പ് കൊടുക്കുന്നത് നിങ്ങളുടെ ഒരു നല്ല മനസ്സുകൊണ്ടായിരിക്കും. അപ്പോൾ അത് ചുമ്മാ അതിൽ നിന്ന് ഈ സ്വിഗ്ഗിക്കാരെ കൈയിട്ട് വരാൻ നിങ്ങൾ അനുവദിക്കരുത്. കയ്യിൽ കൊടുക്കുക, പറ്റുന്നുണ്ടെങ്കിൽ വരുമ്പോൾ കൈ കൊടുക്കുക. അവരൊരു ചിരിയും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഡബിൾ സന്തോഷമായിരിക്കും. അപ്പോൾ സ്വിഗ്ഗിയെ നമ്മൾ ഇത്രയും കിടന്ന് കുറ്റം പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും സൊമാറ്റോയിൽ പോയി നമുക്ക് ഫുഡ് ഡെലിവറി ചെയ്തു അല്ലെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്തുകൂടെ, സൊമാറ്റോയിൽ പോയിക്കൂടെയെന്ന്. സൊമാറ്റോയുടെ അടുത്ത വീഡിയോ ഉടനെ വരുന്നുണ്ട്. അപ്പോൾ സ്വിഗ്ഗിയുടെ കുറച്ച് ചെറ്റത്തരങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷം. നിങ്ങൾ ഇത് കണ്ട് മനസ്സിലാക്കിയാൽ എനിക്ക് ഡബിൾ സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ് ഷാനു സ്റ്റോക്സ്. See you, bye bye.